ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസിലൻ പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 2025 പുതിയ നിയമനങ്ങളും അനുബന്ധ വിവരങ്ങളും അടങ്ങിയ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ടെലഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യൂ. തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ISROയുടെ നിലവിലെ ചെയർമാൻ വി നാരായണൻ. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? വി നാരായണൻ. ISRO സ്ഥാപിതമായത് 1969 ആസ്ഥാനം ബാംഗ്ലൂർ. സോമനാഥ് മാറിയ ഒഴിവിലേക്കാണ് വി നാരായണനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 11ാമത്തെ ചെയർമാനാണ്. ISROയുടെ നിലവിലെ ചെയർമാൻ വി നാരായണൻ. ISRO സ്ഥാപിതമായത് 1969, ആസ്ഥാനം ബാംഗ്ലൂർ. യുണൈറ്റഡ് നേഷൻസിൻ്റെ ജസ്റ്റിസ് കൗൺസിൽ ചെയർപേഴ്സണായി നിയമിതനായ ഇന്ത്യക്കാരനാരാണ്? ജസ്റ്റിസ് മദൻ ലോക്കൂർ. യുണൈറ്റഡ് നേഷൻസിൻ്റെ ജസ്റ്റിസ് കൗൺസിൽ ചെയർപേഴ്സണായി നിയമിതനായ ഇന്ത്യക്കാരനാരാണ്? ജസ്റ്റിസ് മദൻ ലോക്കൂർ. മറ്റംഗങ്ങളാണ് കാർമൽ അർട്ടിക്കാസ്, റൊസാരി ബാൽക്കിൻ, സ്റ്റീഫൻ ബ്രസീന, ജയ് പ്രോസിനാൽ. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്ക്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയായി നിയമിതയായത് ആരാണ്? CAG. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? CAG ആയി നിയമിതനായത് ആരാണ്? കെ സഞ്ജയ് മൂർത്തി, അതായത് കെ കുണ്ടു സഞ്ജയ് മൂർത്തി. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയായി നിയമിതനായത് കെ സഞ്ജയ് മൂർത്തി, കുണ്ടു സഞ്ജയ് മൂർത്തി. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിൻ്റെ ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? 148 മുതൽ 151 വരെയുള്ള ആർട്ടിക്കിളാണ് അതിൽ പരാമർശിച്ചിരിക്കുന്നത്. നിയമിക്കുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നതാണ് CAG. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നത് CAG. പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നതും CAG തന്നെയാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണ്, വഴികാട്ടി, കൂട്ടുകാരൻ, തത്വചിന്തകൻ എന്നീ പേരിൽ അറിയപ്പെടുന്നതും CAG തന്നെയാണ്. ഇന്ത്യയുടെ CAG ആരാണ്? ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കെ സഞ്ജയ് മൂർത്തി, അതായത് കുണ്ടു സഞ്ജയ് മൂർത്തി. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആർട്ടിക്കിൾ 148 മുതൽ 151 വരെയാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നതാണ് CAGയെക്കുറിച്ച്. നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് തലവനാണ്. പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണ്, വഴികാട്ടി എന്നറിയപ്പെടുന്നു, കൂട്ടുകാരൻ, തത്വചിന്തകൻ എന്നും അറിയപ്പെടുന്നത് CAG തന്നെയാണ്. അപ്പോൾ നമുക്ക് CAGക്ക് പാർലമെൻറ്റിനോട് മാത്രമേ ഉത്തരവാദിത്വമുള്ളൂ. ഇനി അടുത്ത സെക്ഷനാണ് ദേശീയ വനിതാ കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷന് നമ്മുടെ രേഖാ ശർമ്മ മാറിയിട്ട് വിജയ് കിഷോർ രഹത്കറായി. ഇതുവരെ രേഖയായിരുന്നു, രേഖ മാറി വിജയ് കിഷോർ രഹത്കർ ആയിട്ടുണ്ട്. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണ്? P സതീദേവി. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ് കിഷോർ രഹത്കർ. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ P സതീദേവി. വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 1992 ജനുവരി 31 സ്ഥാപിതമായി. വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 1992 ജനുവരി 31 സ്ഥാപിതമായി. ആദ്യ ചെയർമാനും ആദ്യ ദേശീയ വനിതാ കമ്മീഷണറാണ് ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം രാഷ്ട്രമഹിള, ആസ്ഥാനം നിർഭയ ഭവൻ, ന്യൂഡൽഹി. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം. CAG ഇപ്പോഴത്തെ ആരാണ്? CAG കെ സഞ്ജയ് മൂർത്തി. ഭരണഘടനാ സ്ഥാപനമാണ്. 148 മുതൽ 151 വരെയുള്ള ആർട്ടിക്കിൾ പറയുന്നു. നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. 6 വർഷം 65 വയസ്സാണ് കാലാവധി. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നു. പൊതുഖജനാവിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നു. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണ്, വഴികാട്ടി, കൂട്ടുകാരൻ, തത്വചിന്തകൻ എന്നീ പേരിൽ അറിയപ്പെടുന്നു. പാർലമെൻറ്റിനോട് മാത്രം ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇനി നമ്മൾ പറഞ്ഞത് ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ വിജയ് കിഷോർ രഹത്കർ. രേഖ മാറിയിട്ടാണ് വിജയ് കിഷോർ രഹത്കർ ആയത്. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സണായി നിയമിതനായത് P സതീദേവി. ദേശീയ വനിതാ കമ്മീഷൻ രൂപം കൊണ്ടത് 1992 ജനുവരി 31 ആസ്ഥാനം നിർഭയ ഭവൻ, ന്യൂഡൽഹി. പ്രസിദ്ധീകരണം രാഷ്ട്രമഹിള. ആദ്യ ചെയർമാൻ ജയന്തി പട്നായിക്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. സെബിയുടെ പുതിയ മേധാവിയായി നിയമിതനായത് തുഹിൻ കാന്ത പാണ്ഡെ. സെബിയുടെ പുതിയ മേധാവിയായി നിയമിതയായത് ആര്? തുഹിൻ കാന്ത പാണ്ഡെ.
ഇൻഫോംസ് ഡയറക്ടറേറ്റിൻ്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത് രാഹുൽ നവീൻ. ഇൻഫോം ഡയറക്ടറേറ്റിൻ്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത് രാഹുൽ നവീൻ. നേറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ. നേറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രമോദ് കുമാർ മിശ്ര. സിഡ്ബി അതായത് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായത് മനോജ് മിട്ടൽ. നിലവിലെ വിജിലൻസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ AS രാജീവ്. നിലവിലെ വിജിലൻസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ AS രാജീവ്. അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കാം. സെബിയുടെ പുതിയ മേധാവിയായി നിയമിതയായത് തുഹിൻ കാന്ത പാടെ. ഇൻഫോംസ് ഡയറക്ടറേറ്റിൻ്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത് രാഹുൽ നവീൻ. നേറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ മാർക്ക് റൗട്ടെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രമോദ് കുമാർ മിശ്ര. സിഡ്ബിയുടെ ചെയർമാനായി നിയമിതനായത് മനോജ് മിട്ടൽ. നിലവിലെ വിജിലൻസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ AS രാജീവ്. നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. എത്രാമത്തെയാണ്? 51ാമത്തേത്. ലോക്പാൽ AM കാൻവിൽക്കർ. പ്രോ ടൈം സ്പീക്കർ B മെഹ്താബ്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ്. രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻകർ. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായണ സിംഗ്. ക്യാബിനറ്റ് സെക്രട്ടറി, ക്യാബിനറ്റിനകത്ത് ഇരിക്കും, TV സോമനാഥ്. പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. സാമ്പത്തിക ഉപദേഷ്ടാവ് അനന്ത നാഗേശ്വരൻ. അപ്പോൾ ഇത്ര ഒന്നും കൂടെ നോക്കാം. നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന. എത്രാമത്തത്? 51ാമത്തത്. ലോക്പാൽ AM കാൻവിൽക്കർ. പ്രോടൈം സ്പീക്കർ B മെഹ്താബ്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ്. രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻകർ. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായണൻ സിംഗ്. ക്യാബിനറ്റ് സെക്രട്ടറി ഹരിവംശ് നാരായണൻ സിംഗ്. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായണൻ സിംഗ്. ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥ്. പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. സാമ്പത്തിക ഉപദേഷ്ടാവ് അനന്ത നാഗേശ്വരൻ. അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി. ഇപ്പോൾ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്ത. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്ത. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സഞ്ജയ് മൂർത്തി. RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. ഇതിനാണ് തെറ്റിപ്പോയത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ K സഞ്ജയ് മൂർത്തി. RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. മുഖ്യ ബാലാവകാശ കമ്മീഷണർ പ്രിയങ്ക് കനുങ്കോ. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ പിന്നോക്ക വിഭാഗം കമ്മീഷൻ ചെയർമാൻ ഹൻസ് രാജ് ഗംഗാറാം ആഹിർ. പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. സംയുക്ത സൈനിക തലവൻ അനിൽ ചൗഹാൻ. കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി. വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ്. നാവികസേനാ മേധാവി ദിനേശ് K ത്രിപാഠി. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. CBI ഡയറക്ടർ പ്രവീൺ സൂദ്. അപ്പം നമുക്കൊന്നും കൂടി നോക്കാം. സാമ്പത്തിക ഉപദേഷ്ടാവ് അനന്ത നാഗേശ്വരൻ. അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ K സഞ്ജയ് മൂർത്തി. RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. മുഖ്യ ബാലാവകാശ കമ്മീഷണർ പ്രിയങ്ക് കനുങ്കോ. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ പിന്നോക്ക വിഭാഗം കമ്മീഷൻ ചെയർമാൻ ഹൻസ് രാജ് ഗംഗാറാം ആഹിർ. പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. സംയുക്ത സൈനിക തലവൻ അനിൽ ചൗഹാൻ. കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി. വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ്. നാവികസേനാ മേധാവി ദിനേശ് K ത്രിപാഠി. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. CBI ഡയറക്ടർ പ്രവീൺ സൂദ്. ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.